ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ ആൾ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹില്ല് ടേറിൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ടേർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഹില്ല് ടേറിൻ്റെ അടുത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഞാൻ തന്നെ ഡേറ്റ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് മുമ്പ് എപ്പോഴും എന്തോ ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മുടെ ടേറാണെങ്കിൽ ഹില്ലിനെ ഹഗ് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്കിനി പരസ്പരം കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മീറ്റ് ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴും നമ്മുടെ ടേർ ഹില്ലിനെ തന്നെ ഹഗ് ചെയ്തുകൊണ്ടിരുന്ന് കരയുവാണ്. പിന്നീട് നമ്മുടെ ടേറാണെങ്കിൽ ഹില്ലിനെ കാണാനായിട്ട് എപ്പോഴും അവനെ മീറ്റ് ചെയ്യാറില്ല. ആ ഒരു കഫേയിൽ സ്ഥിരം വെയിറ്റ് ചെയ്തിരിക്കും. എന്നാൽ എത്ര ദിവസം വെയിറ്റ് ചെയ്തിട്ടും ഹില്ല് അങ്ങോട്ടേക്ക് വന്നതേയില്ല. എന്നും അവൻ ഹില്ലിനെ കോൾ ചെയ്യും, എന്നാൽ ഹില്ല് കോൾ എടുക്കുകയില്ല. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് നമ്മുടെ ടേർ ഇപ്പോൾ ഹില്ലിൻ്റെ ആ ഒരു ചോദ്യത്തിന് പറ്റത്തില്ല എന്നിങ്ങനെ മറുപടി കൊടുക്കുകയാണ്. ആ സമയം ഹില്ല് ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ടേർ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹില്ല്, ഞാൻ നിൻ്റെ അടുത്ത് ആക്ച്വലി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല, ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഒന്ന് ഇൻഫോം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ടേർ അപ്പോൾ ആദ്യം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹില്ല്, ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാനായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് മാറ്റത്തില്ല എന്നൊക്കെ പറയാണ്. ആ സമയം മഴ പെയ്തുകൊണ്ടിപ്പുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് ഒതുങ്ങുവാണ്. ഈ സമയം നമ്മുടെ ഹില്ല് ടേറിൻ്റെ അടുത്ത്, നിനക്ക് വിശക്കുന്നുണ്ടോ, എങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് പറയാണ്. ആ സമയം ടേർ ആദ്യമൊന്നും പറയുന്നില്ല, എന്നിട്ട് പിന്നീട് വിശക്കുന്നുണ്ടെന്ന് പറയാണ്. ഹില്ലങ്ങനെ ഓക്കെ, ഫുഡ് എൻ്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേറിനെയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ടേർ അപ്പോൾ ഇപ്പോഴും മഴ പെയ്യില്ലെന്ന് വെച്ചപ്പോൾ ഹില്ലടക്കി കുഴപ്പമില്ല, നമുക്ക് മഴയത്ത് പോകാം എന്നുള്ള രീതിയിൽ നമ്മുടെ ടേറിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് മഴയിൽ കൂടെ ഓടി അവരുടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. ഇതേ സമയത്തും അവിടെ കോളേജിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹില്ലിനെ അറിയാമെന്നുള്ള ഒരു കോളേജ് വരെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് മെയ് എന്നാണ്. മെയ് ഇപ്പോൾ ഹില്ല് പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഹില്ലിനെ അന്വേഷിച്ച് വന്നേക്കാണ്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ മൈൽഡിനെ കാണാണ്. മൈൽഡിനെ കണ്ടിട്ട് ഹില്ല് എവിടെയും ചോദിക്കുന്ന സമയത്ത് ഹില്ലിനെ ഇവിടെ കണ്ടില്ല, മിക്കവാറും യൂണിയനിൽ കാണുമെന്ന് പറയുന്നുണ്ട്. ഹില്ല് കോളേജിലില്ല, ടേറിൻ്റെ കൂടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ മെയ് ആണെങ്കിൽ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമായതെന്ന് പറയുകയാണ്. കാരണം മെയ് ഇപ്പോൾ തന്നെ ഹില്ലിനെ അന്വേഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇപ്പോൾ ഇത്രയും നിലകൾ ഇറങ്ങി വന്നപ്പോൾ ഹില്ല് ഇവിടെ ഇല്ല, യൂണിയനിൽ കാണുമെന്ന് പറയാണ്. അങ്ങനെ അവൾ എന്നെക്കൊണ്ടിന് വയ്യേന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിപ്പോൾ. ആ സമയം മൈൽഡാണെങ്കിൽ അല്ല എന്തിനാ ഹില്ലിനെ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മെയ് ആണെങ്കിൽ അത് പിന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രമോഷൻ വീഡിയോ അതിൽ ഹില്ലാണ് അഭിനയിക്കാനുള്ളത്, അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറയാണ്. ആ സമയം മൈൽഡ്, ഓ ഞാനും അതേ വീഡിയോയിലല്ലേ ഷൂട്ടിനുള്ളത്, ഞാൻ ഹില്ലിനെ കാണാൻ വേണ്ടി യൂണിയനിൽ പോകാൻ നിൽക്കുക, ഞാൻ അവനോട് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം മെയ് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് തിരിച്ചു പോവാണ്. അതിനുശേഷം മൈൽഡാണെങ്കിൽ നേരെ യൂണിയനിലോട്ട് വരികയാണ്. ഈ സമയം അവിടെ പീം ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ മൈൽഡ് പീമിൻ്റെ അടുത്ത് വന്നിട്ട് ഹില്ല് എവിടെയെന്ന് വെച്ചപ്പോൾ ഹില്ല് കുറച്ച് മുമ്പ് പുറത്ത് പോയി എന്ന് പറയാണ്. ആ സമയം ഒറ്റയ്ക്കാണോ പോയെന്ന് വെച്ചപ്പോൾ പീം അല്ലല്ല ഒരു ജൂനിയറിൻ്റെ കൂടെ പോയെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ മൈൽഡിന് അത് ടേറാണോ ഡൗട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പീമിൻ്റെ അടുത്ത് ഹില്ല് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആ പിക്കിലുള്ള ആ പയ്യൻ്റെ കൂടെയാണ് പോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം പീം അതെ അതെ നിനക്ക് ആ പയ്യനെ അറിയാമോ എന്ന് വെച്ചപ്പോൾ മൈൽഡ് നമ്മുടെ ടേറിന് അറിയാമെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ പീമാണെങ്കിൽ മൈൽഡിൻ്റെ അടുത്ത്, അല്ല നീയും ഹില്ലും ഒരേ സ്കൂളിലല്ലേ പഠിച്ചത്, ആ സ്കൂളിലപ്പോൾ ഈസ്റ്റർ എന്ന് പേരുള്ള ഒരു പയ്യൻ പഠിച്ചിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മൈൽഡ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ സമയം പീം ചുമ്മാതല്ല, എനിക്ക് ടേറിനെ ഹില്ലിനെ ഒരുമിച്ച് കണ്ടപ്പോഴെന്തോ ഡൗട്ട് തോന്നിയെന്ന് പറയാണ്. ഈ സമയം ഇത് കേട്ടിട്ട് മൈൽഡ് എന്ത് ഡൗട്ടാണെന്ന് വെച്ചപ്പോൾ പീമാണെങ്കിൽ ഒന്നുമില്ലെന്ന് പറയാണ്. എന്നിട്ട് ഹില്ല് വരുമ്പോൾ മൈൽഡ് തന്നെ കാണാൻ വന്നിരുന്ന കാര്യം അറിയിച്ചോളാം എന്ന് പീമ് പറയുന്നുണ്ട്. എന്നാൽ മൈൽഡ് ഇല്ലല്ല അത് വേണ്ട, ഞാൻ ഹില്ലിനെ കോൾ ചെയ്യാൻ പോവാം, ഞാൻ അവനെ നേരിട്ട് കണ്ടോളാം, പിന്നെ ഞാൻ ഫോൺ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ യൂണിയനിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇറങ്ങി കൊണ്ട് ഹില്ലിനെ കോൾ ചെയ്യാണ്. ഇതേ ടൈമിൽ നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിനെയും കൊണ്ട് ആ മഴയത്ത് ഇങ്ങനെ ഓടി വണ്ടിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ഇത് മഴ നിൽക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലോ ആവുന്നുണ്ട് ഓടുന്നതിൽ നിന്ന്. അതേ ടൈമിലാണ് ഹില്ലിന് കോൾ വരുന്നത്. ഹില്ല് അങ്ങനെ മൈൽഡിൻ്റെ കോൾ സംസാരിക്കുന്ന ടൈമിന് മൈൽഡാണെങ്കിൽ ഞാൻ നിനക്കാണ് യൂണിയനിൽ വന്നു, നീ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ലാണെങ്കിൽ ഇല്ല, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മൈൽഡ് അത് പിന്നെ മെയ് വന്നിട്ട് ഈ പ്രൊമോഷൻ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, നീ ഇന്ന് കോളേജിൽ വരുമോ എന്ന് ചോദിക്കുവാണ്. ആ സമയം ഹില്ല് എൻ്റെ അടുത്ത് നേരത്തെ ഇന്ന് ഷൂട്ടിങ്ങുള്ള കാര്യം പറഞ്ഞില്ല, ഞാൻ ബിസിയാണ്, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഈ സമയം തന്നെ മൈൽഡിന് എന്തുകൊണ്ടോ നമ്മുടെ ഹില്ലും ടേറും ഇപ്പോൾ ഒരുമിച്ചാണെന്നൊരു ഫീലിംഗ് വരുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തോ എന്നിങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ല് എന്താ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ശരി എന്നാൽ ബൈ എന്ന് പറഞ്ഞ് കോൾ വയ്ക്കുകയാണ്. ആ സമയം നമ്മുടെ ടേറാണെങ്കിൽ ടേറിനത് മൈൽഡാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അവനെന്തായാലും ഈ ഒരു കോള് കുറച്ച് സമയമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹില്ലാണെങ്കിൽ അവൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് ടേറ് വർക്കുണ്ടെങ്കിൽ തിരിച്ചു പോകാമെന്ന് പറയാണ്. ആ സമയം ഹില്ല് പറ്റില്ല, എനിക്ക് ഇതിനെ പുറത്ത് കൊണ്ടുപോയിട്ട്
ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, നമുക്ക് പോകാമെന്ന് പറയാണ്. ആ സമയം ടേറിനാണെങ്കിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹില്ല് കേക്ക് മേടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ഇവന് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കേക്ക് എന്ന് കേട്ടതും ഓക്കെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം റെസ്റ്റോറൻറ്റിൽ എത്തുവാണ്. ഹില്ല് ഓൾറെഡി ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടേബിൾ നമ്പർ 2. അങ്ങനെ അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു വർക്കർ ഇവരെ കൊണ്ടിരുത്തുവാണ്. അതിനുശേഷം മെനു കാർഡൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ടേറാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കണ്ടിട്ട് ഹില്ല് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ കേക്ക് മതി എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന്. ആ സമയം ഹില്ല് കേക്കിന് മുമ്പ് വേറെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ടേറിന് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ അവനും മെനു കാർഡ് നോക്കുവാണ്. ഈ സമയം ടേറ് അവൻ്റെ കൈ കിടക്കുന്ന വാച്ച് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഹില്ല് തൻ്റെ കൈയും ആ ഒരു വാച്ചും അത് വരുന്ന ആ ഒരു പിക്ക് സോഷ്യൽ മീഡിയയിലിട്ടത് ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയം ഹില്ല് എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ചപ്പോൾ ടേറ് അത് പിന്നെ ആ ഫോട്ടോനെ കുറിച്ചാണ് എന്ന് പറയാണ്. ആ സമയം ഹില്ല് ഫസ്റ്റ് ഏത് ഫോട്ടോയും ചോദിക്കുന്നുണ്ട്. ആ സമയം ഉണ്ടായിരുന്നു നീ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഇല്ലേ, അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയാണ്. ആ സമയം ഹില്ല് അതിനെക്കുറിച്ച് എന്താ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്ന ആ പിക്ക് പോസ്റ്റ് ചെയ്തതായാലും പിന്നെ എനിക്ക് തന്നെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞായാലും രണ്ടും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേറ് അതിന് മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിന് ജോഹാൻ അതേ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതാണ്. ജോഹാൻ വരുമ്പോൾ തന്നെ നമ്മുടെ ടേറിനെയും ഹില്ലിനെയും കാണുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ ജോഹാൻ ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ടേറിനെയൊക്കെ നോക്കിക്കൊണ്ട് ഹില്ലിൻ്റെ അടുത്ത് ഇതാരാന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ലാണെങ്കിൽ അത് ഞാൻ ഡേറ്റ് ചെയ്യുന്ന എൻ്റെ ജൂനിയറാണെന്ന് പറയാണ്. ഇവൻ്റെ മറുപടി ഇട്ടിട്ട് നമ്മുടെ ടേർ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. എന്നാൽ ജോഹാൻ ഷോക്കാവുന്നില്ല, കാരണം ജോഹാൻ ദൂരെ നിന്നപ്പോഴേ മനസ്സിലായി ഇത് തന്നെയാണ് നമ്മുടെ ഹില്ലിൻ്റെ ആളെന്ന്. അങ്ങനെ നമ്മുടെ ജോഹാൻ ഹില്ലിനെയും കൂടെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ടേറിനെ നോക്കിയിട്ട് ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹില്ല് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഓട്ടിച്ച് വിടാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഹില്ല് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ജോഹാൻ എനിക്ക് ഓക്കെ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ടേറിനോടും ഭയം പറഞ്ഞിട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞതും നമ്മുടെ ടേറാണെങ്കിൽ ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ജോഹാനാണെന്ന് ഹില്ല് പറയാണ്. ആ സമയം ഇതാണോ ജോഹാൻ, അത് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹില്ല് നിനക്ക് അവൻ അറിയാമോയെന്ന് ചോദിച്ചപ്പോൾ ടേറ് പിന്നെ അറിയത്തില്ലേ, കോളേജിലെ പോപ്പുലർ ആയിട്ടുള്ളൊരു പയ്യനല്ലേ, ഭയങ്കര സുന്ദരനാന്ന് പറയുന്നുണ്ട്. ആ സമയം ഹില്ല് നേരിട്ടുണ്ടപ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അതിനേക്കാളും സുന്ദരനാണെന്ന് പറയാണ്. ഇത് കേട്ടാൽ നമ്മുടെ ഹില്ലിന് ജലസാവുന്നുണ്ട്. പക്ഷേ ഹില്ലാണെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാതെ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ടേർ മറുപടി എടുക്കാതെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കുകയാണ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചിങ്ങനെ വരുന്നുണ്ട്. ആ സമയം ഇവരിങ്ങനെ പോകാൻ നിൽക്കുന്ന ടൈമിന് നമ്മുടെ ഹില്ലാണെങ്കിൽ ടേറിൻ്റെ അടുത്ത് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അതിനുശേഷം ഹില്ലാണെങ്കിൽ ടേറിനെ തിരിച്ച് എന്നെ റൂമിൽ കൊണ്ടുവിടാണ്. ടേർ കാറിൽ നടക്കുന്നതിന് മുമ്പേ ഹില്ല് ഇനി യൂണിയനിൽ വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ അവോയ്ഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ടേറും സമ്മതിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അവനും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ നോർത്ത് സ്ഥിരം പരിപാടി പോലെ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് അപ്പോൾ നമ്മൾ ടേറിനെ കണ്ടിട്ട് എവിടെ പോയതാ, ഇത്ര നേരം എവിടെയായിരുന്നു ചോദിക്കുകയാണ്. ആ സമയം ഹില്ലിൻ്റെ അവിടെ പുറത്തായെന്ന് പറയാണ്. ആ സമയം ഹില്ലിൻ്റെ അവിടെയൊക്കെ പുറത്തായി തുടങ്ങിയല്ലേ, എന്താ ഡേറ്റിന് പോയാണോ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് ഡേറ്റൊന്നും അല്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം പിന്നെ ഇതെന്താ ഹില്ലെന്താ നിന്നെ പുറത്ത് കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹില്ല് നിന്നെ ഇഷ്ടമാണെന്നുള്ള വല്ല കാര്യം പറഞ്ഞു എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയാണ്. ആ സമയം ടേറിൻ്റെ അടുത്ത് ഓർത്ത് നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ എനിക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല, എനിക്കറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ അത് അവനോട് തുറന്നു പറയുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അവൻ പറയുന്നത് ഞാനിപ്പോൾ അവനെ നോ പറഞ്ഞാൽ പോലും അവൻ എന്നെ ഡേറ്റ് ചെയ്യുന്ന, പക്ഷെ അവന് ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ട്, അവനായിട്ട് എന്നെ ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കിടന്ന് നെഞ്ച് പൊട്ടി കരയും. അതുപോലെ തന്നെ എനിക്ക് ഡൗട്ട് അവനായിട്ട് എന്നെ ഇനി അവനോട്ട് ലവിലാക്കിയിട്ട് ഇട്ടിട്ട് പോകുന്നതാണെന്ന് പറയാണ്. ആ സമയം ഓർത്ത് അതിന് അവനെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടേറേൻ മറുപടി അറിയാതെ കുളിക്കാനായിട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് ഹില്ലാൻ്റെ വീട്ടിലെത്തുവാണ്. അപ്പോൾ തന്നെ അവൻ്റെ അച്ഛനെ കോൾ ചെയ്തിട്ട് ഹലോ അച്ഛാ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം നന്നായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന ടൈമിന് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം മുത്തശ്ശി പഴയതുപോലെ തന്നെയാണ്, ഞാനും എൻ്റെ അമ്മയും മാറി മുത്തശ്ശിനെ നോക്കിക്കൊണ്ടിരിക്കുക, നീ പേടിക്കണ്ട, മുത്തശ്ശി ഉടനെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കാര്യം സംസാരിച്ച ടൈമിന് നമ്മുടെ ഹില്ലിന് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. അതേ ടൈമിന് ഹില്ല് അത് പുറത്തൊന്നും കാണിക്കാതെ ഓക്കെ അച്ഛാ നിങ്ങൾ നന്നായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കെട്ടുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഹില്ല് കോളേജിലിരിക്കുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് തോൺഫ വന്നിട്ട് ഇന്നലെ മൊത്തം നീ എവിടെ പോയതാന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഫോണിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹില്ല് പറഞ്ഞു തരത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ ടൈം ഹില്ല് അവൻ്റെ ഫോണിൽ മറ്റൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ടേറിനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയ ടൈമിന് മഴ പെയ്തിട്ട് അവരിങ്ങനെ മാറിയിരിക്കുന്ന ടൈമിൽ ഹില്ല് ടേറിൻ്റെ കൈ പിടിച്ചോട്ടേന്ന് ചോദിച്ചായിരുന്നല്ലോ. ആ സമയം ടേർ കാണാതെ ഇവരിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ ഹില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഹില്ല് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതും അതേ ടൈമിന് അങ്ങോട്ടേക്ക് മൈൽഡ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് നീ മെയ്യിനെ മീറ്റ് ചെയ്തോ, പ്രൊമോഷൻ വീഡിയോനെ പറ്റി സംസാരിച്ചോന്ന് വെച്ചപ്പോൾ ഇതുവരെ ഇല്ലെങ്കിൽ ഉടനെ മീറ്റ് ചെയ്യുമെന്ന് പറയാണ്. ആ ടൈമിന് നീ ഇന്നലെ എവിടെ പോയെന്ന്
മൈൽഡ് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ എൻ്റെ ഒരു ജൂനിയറിൻ്റെ കൂടെ പുറത്തോട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. ടേറിൻ്റെ കൂടെയാണ് പോയത് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ മൈൽഡിന് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ മൈൽഡ് പുറത്ത് കാണിക്കുന്നത് എനിക്ക് ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഇതേ സമയം പോസ്റ്റ് ചെയ്തത് ഇവൻ്റുള്ള ഫ്രണ്ട്സ് കണ്ടിട്ടും ദേ ഹില്ല് വേറെ പോസ്റ്റ് ഇട്ടു, ഈ പോസ്റ്റിലുള്ള ആൾ ആരാ നിനക്ക് അറിയാമോ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ലയെന്ന് അവളിങ്ങനെ പറയാണ് മനഃപൂർവ്വം. അതിനുശേഷം ഹില്ല് മെയ്യിനെ കാണാനായിട്ട് വരുവാണ്. ആ സമയം മെയ് ഇന്നലെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ബിസി ആയിട്ട് പുറത്ത് പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം മെയ് സത്യമാണോ അല്ലാതെ ഡേറ്റിനൊന്നും പോയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം പോസ്റ്റ് ചെയ്ത ഫോട്ടോ വെച്ചിട്ട് ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്. ആ സമയം അവൻ അതിന് മറുപടി എടുക്കാതെ എന്തിനാ എന്നെ കാണണമെന്ന് പറയുകയും ചോദിക്കുകയാണ്. ആ സമയം അതിൻ്റെ പ്രമോഷൻ വീട്ടിയുടെ കാര്യമാണ്, ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിട്ട് ഓരോരോ റെപ്രസെൻറ്റേറ്റീവ്സിനെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോഴത്തേക്കും നീയാണ് അതിന് ചെയ്യേണ്ടത്, ഗേൾസ് സൈഡിൽ നിന്ന് മൈൽഡാണ് ചെയ്യുന്നത്, നീ ഇത് ചെയ്യാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല, പക്ഷേ നീ യൂണിയനിൽ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ ആകെ 1-2 ദിവസത്തെ കാര്യമേ ഉള്ളൂ, നീ സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹില്ലാണെങ്കിൽ നീ ചെന്ന് ജോഹാനോടോ ടോൺഫായോടോ ആർത്തിഡിനോടോ ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ മേയാണെങ്കിൽ ഞാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവൾ 3 പേരെടുത്തും ചോദിച്ച ആ ഒരു സംഭവം കാണിക്കുകയാണ്. അവൾ ആദ്യം തന്നെ നമ്മുടെ ജോഹാൻ എടുത്താണ് ചെന്നത്. ജോഹാൻ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു. ചെന്നിട്ട് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ നീ ഈ ഒരു ബോൾ ആ ലൂപ്പിൽ ഒരിക്കലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറയുന്നുണ്ട്. അവൾ കുറേ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നതേ ഇല്ല. അങ്ങനെ അവൻ മോശം ഭയങ്കര മോശം, ഞാൻ വരത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അവൻ്റെ ചാൻസ് പൊളിയുന്നുണ്ട്. അടുത്തിന് നേരെ തോൺഫാരുടെ ചെല്ലാണ്. ഇവള് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവൻ ഞാൻ ബിസിയാണ്, അപ്പോൾ അവൾ ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അടുത്ത ആഴ്ച ഇന്ന സംഭവം, അപ്പോൾ പറയുമ്പോൾ തന്നെ അവൻ അടുത്ത് ഞാൻ ബിസിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിപ്പുണ്ട്. എന്നിട്ട് അവൻ തന്നെ ഞാൻ സത്യമായിട്ടും ബിസിയാണ്, എനിക്ക് കുറേ വർക്കുണ്ടെന്ന് പറയാണ്. അവൻ ഭയങ്കര സ്വീറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ കണ്ണിൽ ഇവൾ വീണ് പോയിട്ട് ഇവനെന്ന് നിർബന്ധിക്കാൻ തോന്നില്ല. അങ്ങനെ അവൻ തോൺഫാരെടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അടുത്ത് ആർത്തിൻ്റെ അടുത്ത് വരാണ്. ആർത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കരഞ്ഞു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചോദിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, പ്ലീസ് ഒന്ന് സമ്മതിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇതൊന്നും തന്നെ ആർത്തിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആർത്തിട്ട് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഇത്രയും നേരം എന്നാ കഷ്ടപ്പെട്ട് പറഞ്ഞാൽ വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവളിപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഹില്ലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവളിപ്പോൾ നടന്ന സിറ്റുവേഷൻ മൊത്തം ഹില്ലിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹില്ല് എങ്കിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഹില്ല് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മെയ് ആണെങ്കിൽ താങ്ക് യു സോ മച്ച്, അതുമാത്രമല്ല എനിക്ക് ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പയ്യൻ്റെ ആവശ്യമുണ്ട്, നിനക്ക് ആരെയും അറിയാമോ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹില്ലിൻ്റെ മനസ്സിൽ ടേറിനെയാണ് ഓർമ്മ വരുന്നത്. ഹില്ല് അങ്ങനെ എനിക്കൊരാളെ അറിയാം, അക്കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ മെയ് അതിനും താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടേർ അവൻ്റെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഹില്ല് പോസ്റ്റ് ചെയ്ത ആ അടുത്ത പിക്ക് ഇവൻ കാണുവാണ്. അത് കണ്ടുകൊണ്ടേ അയ്യോ ഒരു ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടുന്നുണ്ട്. അപ്പോൾ നോർത്ത് വിൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ടേർ ഹില്ല് പോസ്റ്റ് ചെയ്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയം ഓർത്ത് നീ അതിൻ്റെ ടെൻഷനാകുന്ന, അതിന് നിങ്ങളുടെ ഒരു കൈ മാത്രമേ ഉള്ളൂ, നിന്നാരും മനസ്സിലാക്കത്തില്ലല്ലോ. ഹില്ല് ഇതുവരെയായിട്ട് നിന്നെ പോസ്റ്റ് ചെയ്യാത്തതും നീ ഒരു പക്ഷേ അവനോടുള്ള ഫീലിങ്സ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നീ പിന്നെ ഇപ്പോൾ ഈ കിടന്ന് വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വന്നിട്ടോ പേടിയായിട്ടാണെന്ന് തോന്നുന്നില്ല, ബ്ലഷായിട്ടാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്. നീ നിൻ്റെ മുഖത്ത് തന്നെ സ്വയം നോക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടേർ അവനെന്നെ പറ്റിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഓർത്ത് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചിന്ത കൊണ്ടുവരണം, ഒന്ന് ഫ്രീ മൈൻഡായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ്. ഹസ്ബൻഡ് അതിന് കാരണം ഞാൻ അതിനുമ്പോൾ ഹേർട്ടായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിന് ഹിരിൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. നോർത്തപ്പോൾ എന്തോ ഇത് പറയുന്നത് എന്നൊക്കെ ഒരു ഷോക്കായിട്ട് നോക്കുകയാണ്. ഹസ്ബൻഡ് ഞാൻ നേരത്തെ പറയുന്നത് ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചതെന്ന്, അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, അങ്ങനെ ഏതോ കണ്ട് എനിക്ക് എൻ്റെ അടുത്ത് ക്രഷായെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ടേറിൻ്റെ അമ്മയ്ക്ക് ഒരു കഫേ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മുടെ ഹില്ല് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്തോ റീസൺ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഒരു ദിവസം ഹില്ല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ ടേറിൻ്റെ അമ്മ നീ ഇവിടെ സ്ഥിരം വർക്ക് ചെയ്യാനല്ലോ, അപ്പോൾ ഇനി തൊട്ട് നിനക്ക് ഞാൻ സാലറി തന്നു തുടങ്ങാം എന്നിങ്ങനെ പറയാണ്. ആ സമയമില്ലേ എനിക്ക് സാലറി വേണ്ട, ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആ കോക്കനട്ട് കേക്ക് എനിക്ക് ഡെയിലി കഴിക്കാൻ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അതവർ സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേർ അവൻ്റെ അമ്മേനെ പോലെ തന്നെ കൊക്കോ അത് വെച്ചിട്ടുള്ളൊരു ഷെയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവനൊരെണ്ണം ഉണ്ടാക്കിയിട്ട് ഹില്ലിന് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തു, നീ കുടിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഹില്ലത് കുടിച്ചു നോക്കിയിട്ട് നീ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ടേറിൻ്റെ ചേച്ചി ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ ടേറിൻ്റെ ചേച്ചി ഹില്ലിൻ്റെ ആ ഒരു സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ വീട് പോകുന്നുണ്ട്. എന്നിട്ട് ടേറിന് അത് ആക്ഷൻ കാണിച്ചിട്ട് ഒന്ന് സെറ്റാക്കാൻ ഹെൽപ്പാക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. ടേറിന് സംഭവം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹില്ലിന് അവൻ്റെ ചേച്ചിയോട് ഇരിക്കാനുള്ള ഓരോരോ പണികൾ ഇവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ ടേറിന് ഹില്ലിന് ഇഷ്ടമായിരുന്നു, പക്ഷേ അവൻ്റെ ചേച്ചിക്ക് ഹില്ലിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവരൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നോർത്ത് ഇതൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ചേച്ചിക്ക് അവന് ഇഷ്ടമായിരുന്നോ, എന്നിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, നീ എന്തൊക്കെയാണ് പറയുന്നത്, ലാസ്റ്റ് അവർ ഡേറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ടേർ ഇല്ല അവർ ഡേറ്റ്
ചെയ്തില്ല എന്ന് പറയാണ്. ആ സമയം ഓർത്ത് എന്താ ഡേറ്റ് ചെയ്യാതെ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ആ സമയം ടേറാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല അവർ ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഹില്ലിനെ മറക്കാൻ പറ്റിയേനെ. അവർ ഡേറ്റ് പോലും ചെയ്തില്ല, പിന്നെ ഞാനവനെ എങ്ങനെ മറക്കാൻ, എനിക്കവനെ മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്താണെങ്കിൽ ഇപ്പം ഇതിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ അവനെ വിശ്വസിക്കാത്തതെന്നൊക്കെ. പക്ഷേ അവനാണെങ്കിൽ എപ്പോഴെങ്കിലും നിൻ്റെ ചേച്ചീനെ പറ്റി നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാണ്. നിൻ്റെ ചേച്ചി അവനെ പറ്റി സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ ചേച്ചീനെ പറ്റി സംസാരിച്ചിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോർത്താണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് എപ്പോഴെങ്കിലും ഹില്ല് നിന്നെ ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഹിൻറ്റോ ക്ലൂവോ സംഭവങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൻ എല്ലാവരുടെ അടുത്തും ഒരേപോലെ തന്നെ ഭയങ്കര കൈൻഡാണെന്ന് പറയാണ്. ആ സമയം ഒരുപക്ഷെ അവന് ശരിക്കും ഇഷ്ടമായിരിക്കും, മേ ബി അല്ലായിരിക്കും. ഇനി അഥവാ നിനക്ക് അങ്ങനെ ശരിക്കും ഇഷ്ടമല്ല, പിന്നെ നിനക്ക് അവൻ്റെ അടുത്ത് മൂവ് ഓൺ ആവാൻ പറ്റും നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഈ സംഭവങ്ങളൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിനക്ക് മൂവ് ഓൺ ആവാൻ പറ്റില്ല സിറ്റുവേഷൻ ആണെങ്കിൽ നിനക്ക് അവൻ്റെ അടുത്ത് ശരിക്കും ഇഷ്ടമുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ നീ തന്നെ സ്വയം മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടേർ കളിച്ചിട്ട് എനിക്ക് മൂവ് ഓൺ ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനൊന്നും കെയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോർത്തും ടേറും കൂടെ അടുത്ത ദിവസം കോളേജിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നതാണ്. ഈ സമയം നമ്മുടെ ടേർ അവൻ്റെ ചേച്ചീനെ കോൾ ചെയ്താലെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് കാരണം അവൻ്റെ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം അവൻ്റെ ചേച്ചീനെ അവൻ കോൾ ചെയ്തിട്ടേ ഇല്ല. ആ സമയത്ത് തന്നെ നമുക്ക് നോർത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേർ അവൻ്റെ ചേച്ചീനെ കോൾ ചെയ്യാൻ നിൽക്കാതെ നോർത്തിൻ്റെ അവിടെ പോകാൻ ഇറങ്ങുവാണ്. അങ്ങനെ അവർ ഇറങ്ങുന്ന ടൈമിന് ടേറാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ അവനെ കെയർ ചെയ്തേയില്ല, ഞാൻ മൂവ് ഓൺ ആയി കഴിഞ്ഞു, ഇനി അവൻ്റെ അടുത്തോട്ട് വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവത്തിൽ ഇറങ്ങുവാണ്. എന്നാൽ തിരിഞ്ഞു നോക്കിയതും നമ്മുടെ ഹില്ല് അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഹില്ലിനെ കണ്ടതും ടേറാണെങ്കിൽ ദൈവമേ തീർന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡോടെ എൻ്റെ ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ ബൈ.